സമയം രാവിലെ 9:54 നമ്മളൊരു എൻട്രി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും നേരം വെയിറ്റ് ചെയ്യാനുള്ള കാരണം, ലേറ്റ് ആവാനുള്ള മെയിൻ റീസൺ, നമ്മൾ ആദ്യത്തെ രണ്ട് ക്യാൻഡിൽ ഇന്ന് നിഫ്റ്റി ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ രണ്ട് ക്യാൻഡിൽ എൻട്രി എടുക്കാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. കാരണം ആദ്യത്തെ രണ്ട് ഇൻഡിസിഷൻ ക്യാൻഡിൽസ് വന്നപ്പോൾ ഒന്ന് ഡൗൺ സൈഡിലേക്കുള്ള ഫോൾ തന്നെയായിരുന്നു അവിടെ മെയിൻ വ്യൂ വന്നിരുന്നു. പക്ഷെ ആ എൻട്രി നമുക്കൊരു പോയിന്റ്സ് നമ്മൾ ലിമിറ്റ് ഓർഡർ ഇട്ട് എടുക്കണ പോലെ എൻട്രി എടുത്തതിന് ശേഷം ഒറ്റ പോയിന്റിന് അത് മൂവ് ചെയ്തു. പിന്നെ അതിന് ശേഷം അതായത് രണ്ടാമത്തെ ക്യാൻഡിലാണ് എൻട്രി എടുക്കാൻ കൺസിഡർ ചെയ്തത്. 9:21 മൂന്നാമത്തെ ക്യാൻഡിൽ നല്ലൊരു ബോഡി കാണിച്ചിട്ട് താഴേക്ക് വന്നു. പക്ഷെ അതിൽ ചാടി കയറി എൻട്രി എടുത്തില്ല. വീണ്ടും നമ്മുടെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട്, ലിമിറ്റ് ഓർഡറിന്റെ എൻട്രി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ടാർഗറ്റ് ഏരിയയിലേക്ക് വരുന്നുള്ള, എൻട്രി എക്സിക്യൂട്ട് ആവുന്നുള്ള രീതിയിൽ അവിടേക്ക് വരികയെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ മൂവ് ചെയ്തില്ല. കാരണം 9:24 ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു ഫോളോ വന്നത്. പിന്നെ ചാടി കയറിയിട്ട് എൻട്രി എടുക്കാൻ നിന്നില്ല. അതിന്റെ ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു 9:39 ക്യാൻഡിൽ, അതായത് ഒരു ഹാമർ ആണെങ്കിലും കൂടിയിട്ട് ബുള്ളിഷ് ഹാമർ എന്ന് പറയാൻ പറ്റില്ല, ഒരു റെഡിഷ് ആണ് വരുന്നത് കളർ. പക്ഷെ എന്നാലും അതിന്റെ ലോയിലാണ് നമ്മൾ ഏകദേശം എൻട്രി കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ചിട്ടുള്ളത്, ഏകദേശം 57.35 റേഞ്ചിൽ. ഇപ്പൊ അത് നമ്മൾ ഇന്ന് എടുക്കണ പോലെ 130 ക്വാണ്ടിറ്റി തന്നെ ആണ് എടുത്തിട്ടുള്ളത്, രണ്ടിലോട്ട്. അപ്പൊ എൻട്രി ഇപ്പൊ എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സമയങ്ങളിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ആദ്യത്തെ എൻട്രി പലപ്പോഴും മിസ് ആവാറുണ്ട്. അത് മെയിൻ റീസൺ, പലപ്പോഴും 9:30 ശേഷം എടുക്കുന്ന എൻട്രീസ് ടാർഗറ്റിൽ എത്താറുണ്ട്. അപ്പൊ കുറെ ദിവസം അങ്ങനെ എൻട്രി എടുത്തിട്ട് ഒരു ദിവസം ചാടി കയറി എൻട്രി എടുത്തതിന്റെ ശേഷം, അതായത് പെട്ടെന്ന് എൻട്രി എടുത്തതിന് ശേഷം SL അടിക്കുമ്പോൾ നമ്മൾ നമ്മുടെ പ്ലാൻ പലപ്പോഴും വർക്ക്ഔട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് പോയി ഇരുന്ന ആ ഒരു ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരാറുണ്ടായിരുന്നു. അപ്പൊ അത് കാരണം കൊണ്ടാണ് പിന്നെ അങ്ങനെ ഒരു ഡബിൾ ഇത് വരുന്നത്, എടുക്കണോ എടുക്കണ്ടേ എന്നുള്ള രീതിയിൽ. പക്ഷെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കി. കാരണം ഇന്നത്തെ പാറ്റേണും, അതായത് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണും, പിന്നെ ഓൾമോസ്റ്റ് മാർക്കറ്റിന്റെ ട്രെൻഡ് എല്ലാം കൂടി നോക്കിയപ്പോൾ ഇന്നലത്തെ ഫോള്, ലാസ്റ്റ് മൊമെന്റത്തിൽ വന്ന ആ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യുന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു എൻട്രി എടുത്തത്. അപ്പോ പക്ഷെ നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ആയില്ല. അപ്പൊ അതിനുശേഷം വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു എൻട്രി കിട്ടിയത്. അപ്പൊ ഇതിപ്പോ എങ്ങനെയാണെന്നുള്ള അറിയില്ല. പിന്നെ പ്രോപ്പറായിട്ട് നമ്മുടെ സോണിൽ നിന്നുള്ളൊരു റിവേഴ്സലാണോന്ന് ചോദിച്ചാൽ അല്ല ഒരിക്കലും. ഇപ്പൊ എൻട്രി എക്സിക്യൂട്ട് ആയിട്ട് ചെറിയൊരു ലോസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റയടിക്ക് തന്നെ വലിയൊരു ലോസിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇപ്പോ സമയം 10:24 ആയിട്ടുണ്ട്. നമ്മൾ എൻട്രി എടുത്തതിന്റെ ശേഷം ഏകദേശം നമ്മൾ ഒരു അരമുക്കാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന്റെ ശേഷം നമ്മുടെ ആദ്യം കുറച്ചു നേരം ലോസിൽ പോയിരുന്ന അത് പിന്നീട് നല്ലൊരു പ്രോഫിറ്റിലേക്ക് കയറിയിരുന്നു. 1:1 അടുത്തേക്കും പ്രോഫിറ്റ് വന്നായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള ഒരു ക്യാൻഡിൽ കൊണ്ട് അത്രയും കാര്യമില്ല. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഏകദേശം ഒരു നമ്മുടെ കറക്റ്റ് ടൈം പറയുകയെങ്കിൽ 10 മണിക്ക് 10:03 ക്യാൻഡിൽ മുതൽ 10:21 ക്യാൻഡിൽ വരെ ഉണ്ടാക്കിയാണ്. അത്രയും സമയം കൊണ്ട് ഉണ്ടാക്കിയ ആ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് ഒറ്റ ക്യാൻഡിൽ വന്ന് കവർ ചെയ്തിട്ട് പോയത് ലോസിലേക്ക്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇനി നമ്മുടെ വ്യൂ കറക്റ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് ആണെങ്കിലും കൂടിയിട്ട് സ്പോട്ട് ചാർട്ടിൽ അല്ലാണ്ട് നമ്മുടെ പ്രീമിയത്തിന്റെ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അതായത് നല്ലൊരു താഴത്തേക്കുള്ള ഫോളോ വന്നുകൊണ്ട് DK വന്നു. അപ്പൊ ഇനി നമ്മൾ ഒന്നല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് നീട്ടിക്കൊണ്ടേ വെക്കണം. എനിക്കൊരു വ്യൂ ഉണ്ട് ഇവിടുന്ന് അപ്സൈഡ് പോകുന്നുള്ളത്. പക്ഷെ ഈ ഒരു ഫോളും കൂടി വന്നത് കൊണ്ട് എത്രത്തോളം ആ വ്യൂ കറക്റ്റ് ആവും എന്നുള്ളത് നമുക്കറിയില്ല. കാരണം എപ്പോഴും ഓപ്ഷൻ ബയ്യേഴ്സിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്ത ആ സൈഡിലേക്ക് അടുത്ത മൊമെന്റം മുതൽ ഒരു മൂവ് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ നല്ലൊരു റിസ്ക് റോഡിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. ഇനി വേണമെങ്കിൽ കുറെ നേരം അവിടെ കളിച്ച് നിന്ന് സൈഡ് വേസ് ഒക്കെ പോയിട്ട് കുറെ നമ്മളെ ടെൻഷൻ അടിപ്പിച്ചിട്ട്
പോവാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് ഒന്ന് സ്റ്റോപ്പ് ലോസ് കയറ്റി വെച്ച് നോക്കുന്നുണ്ട്. എത്രത്തോളം ഇതാവും അറിയില്ല. പിന്നെ ഇന്ന് എക്സ്പയറിങ് കൂടിയാണ്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ഇത് കാണാൻ പറ്റും മാർക്കറ്റിൽ. അപ്പൊ നിങ്ങൾ ട്രേഡ് എടുക്കണവരാണെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. പലപ്പോഴും എനിക്ക് എസ് എൽ വെച്ചിട്ട് അടക്കം വലിയൊരു ലോസിലേക്ക് പോകാനുള്ള ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബ്രോക്കർ ആപ്പിൽ എൻട്രി എടുത്തതിന് ശേഷം ടാർഗറ്റ് അടിക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇത് നമുക്ക് കിട്ടുള്ളൂ, അതായത് പ്രോഫിറ്റ് കിട്ടുള്ളൂ. പക്ഷെ ലോസിലേക്ക് വരുമ്പോൾ നമ്മൾ വെച്ചപ്പോൾ ഒരു 500 രൂപ വെച്ച് വെച്ചെങ്കിൽ അത് നേരെ കൂടാൻ 600-650 രൂപയ്ക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവാറുണ്ട്. എനിക്ക് കൂടുതൽ അത് ഉണ്ടായിട്ടുള്ളത് ഈ എക്സ്പയറി ഡേയ്സിന്റെ അന്നാണ്. അപ്പൊ ഞാൻ പ്രോപ്പർ ആയിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് മാത്രമേ ഞാൻ എൻട്രി എടുക്കാറുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ലോസിനെ ഒന്ന് കയറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അതിനുശേഷം 2 വട്ടം സ്റ്റോപ്പ് ലോസ് മാറ്റിയിട്ടുണ്ടായിരുന്നു ടോട്ടലി. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ലോസ് വരും വെച്ചാൽ 3300 രൂപ വരെ അടുത്ത് ലോസ് വരും. അപ്പൊ ഇത് ഇന്നത്തെ ഏറ്റവും പീക്കാണ്. കാരണം നമ്മൾ ഇന്ന് മാക്സിമം എടുക്കാനുള്ള ലോസ് എടുത്തിരുന്നു. ഇനിയിപ്പോ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ കൂടി തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ എൻട്രി എടുക്കുള്ളൂ. ഈ ഒരു ലോസ് കവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മുടെ സപ്പോർട്ടിൽ നല്ല പോലെ സപ്പോർട്ട് എടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് നമ്മൾ ഡി കെ അടിച്ചിട്ട് ഇരിക്കുന്ന കാരണം ഇനി താഴത്തേക്ക് ഈ ഒരു നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ലൊരു പെർഫെക്റ്റ് ഒരു ബോഡി ആയിട്ടുള്ള ഒരു ക്യാൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ലോസിലേക്ക് വീണ്ടും നമ്മുടെ ഇത് എൻട്രി പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റിയും അതേപോലെ സപ്പോർട്ട് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് താഴത്തേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള റെഡ് കാൻഡിൽസിന്റെ ആ ഒരു സൈസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇനിയിപ്പോ ഇതിൽ കൂടുതൽ നമ്മുടെ ലോസ് ബുക്ക് ചെയ്യണേൽ യാതൊരു രീതിയിലുള്ള യൂസ് നമുക്കില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ വെച്ചോടത്തുനിന്ന് ഇനി താഴത്തേക്ക് മുകളിലേക്ക് വെക്കാണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞാൻ ഒന്നും കൂടി താഴത്തേക്ക് ഇറക്കി വെക്കാനുള്ള ഒരു മെയിൻ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ സപ്പോർട്ട് ഏരിയയിൽ നല്ല നല്ല റിവേഴ്സൽ ക്യാൻഡിൽസ് വന്നിരുന്നു. അപ്പൊ അതിന്റെ താഴേക്ക് പോകാനുള്ള ചാൻസ് ഇല്ല, അവിടെ നിന്ന് അപ്സൈഡ് പോകും എന്നുള്ള ഒരു വ്യൂവിലാണ് അങ്ങനെ വെച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ക്യാൻഡിൽസിന്റെ മൊമെന്റം കണ്ടിട്ട് വലിയൊരു മൂവ് ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ കൂടിയിട്ട് തന്നെ ഇന്നിപ്പോ എക്സ്പയറി ഡേ ആണ്. സാധാരണ എക്സ്പയറി ഡേ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ഒരു ക്വാണ്ടിറ്റി കൂട്ടിയിട്ടൊക്കെയും പലപ്പോഴും ഒരു സ്കാൽപ് ട്രേഡ് നോക്കാറുണ്ട്. പക്ഷെ ലോസിലാണ് കൂടുതൽ ചെന്ന് എത്താറ്. അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ന് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഇനി ഒരു ട്രേഡ് എടുക്കണുള്ളൂ. ഫസ്റ്റത്തെ ട്രേഡ് പലപ്പോഴും ഇതേപോലെ മിസ്സായിട്ട് വരുന്ന ട്രേഡ്സ് എനിക്ക് ലോസിലേക്കാണ്. കാരണം ആദ്യത്തെ ഒരു വ്യൂ ഉണ്ടാവാറുണ്ട് എനിക്കെന്നും. ആ വ്യൂ പിന്നെ പിന്നീട് വരുന്ന എൻട്രി എടുക്കണതിൽ തെറ്റാറുണ്ട്. അതായത് ഒരു ഇപ്പോൾ മോർണിംഗ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്ക് മുകളിലേക്കാന്നുള്ള ഒരു വ്യൂ കിട്ടിയിട്ട് എൻട്രി എടുക്കും, അത് ഓക്കെ, അവിടെ എക്സിറ്റ് ചെയ്തു. പക്ഷെ അതിന് ശേഷം സപ്പോർട്ടിൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം എങ്ങോട്ടാ പോണേന്നുള്ള യാതൊരു ഐഡിയയും കിട്ടാറില്ല പലപ്പോഴും. അപ്പൊ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാനാണ് നോക്കിക്കൊണ്ടിരിക്കണത്. നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഹിറ്റ് ആവാറായിട്ടുണ്ട്. ഹിറ്റ് ആയിട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു ട്രേഡ് നോക്കാം. സമയം 11:31 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഒരു എൻട്രിയും കൂടി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 23,600ന്റെ കോൾ ഓപ്ഷൻ ആണ്. അതായത് വീണ്ടും അപ് സൈഡിലേക്ക് പോകുന്നുള്ള വ്യൂ വെച്ചിട്ട് തന്നെയാണ് എൻട്രി എടുത്തിട്ടുള്ളത്. അതിൽ എൻട്രി എടുക്കാനുള്ളത് നമ്മുടെ 11:06ന്റെ ക്യാൻഡിലിന്റെ, അതൊരു റിവേഴ്സൽ ക്യാൻഡിലാണ്. അപ്പോൾ അതിന്റെ ലോയിലാണ് ഏകദേശം എൻട്രി എടുത്തത്. അത് ലിമിറ്റ് ഓർഡർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നത്.
എൻട്രി പ്രൈസ് വരുന്നത് നമുക്ക് ഏകദേശം 49.55 റേഞ്ചിലാണ്. പക്ഷെ ഏകദേശം നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വളരെ കുറവാട്ടാ. നേരെ പകുതി മാത്രമേ സ്റ്റോപ്പ് ലോസിന്റെ അടുത്തുള്ളൂ. 49.55 എൻട്രി എടുത്തിട്ട് 44.85. ഇപ്പൊ നമ്മൾ എൻട്രി എടുത്ത ക്യാൻഡിലിന്റെ താഴേക്കൊക്കെ വരികയാണെങ്കിൽ എന്തായാലും വീണ്ടും താഴത്തേക്ക് പോകാനുള്ള നല്ലൊരു ചാൻസ് ഉണ്ട് മാർക്കറ്റിൽ. അപ്പൊ അത് കാരണം കൊണ്ട് കിട്ടുക മുകളിലേക്കുള്ള ഒരു എൻട്രി ഇവിടുന്ന് വരണം. കാരണം പലപ്പോഴും നമ്മുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട്, സോറി, സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ചില സമയങ്ങളിൽ അതൊരു ഫേക്ക് ബ്രേക്ക് ഡൗൺ ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ് വന്നിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് അപ്സൈഡിലേക്ക് വിടുന്ന ഒരു നല്ല മൂവ് കിട്ടേണ്ടതാണ്. ആ ഒരു ചാൻസിലാണ് എൻഡ് എടുത്തിട്ടുള്ളത്. എൻഡ് എടുത്തതിന് ശേഷം ഇപ്പൊ ഒരു സൈഡ് വേസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറയാറുള്ള പോലെ ഒറ്റയടിക്ക് ലൂസിലേക്ക് ഒന്നല്ല പോണത്. നമ്മളെ മാർക്കറ്റിൽ, എനിക്ക് മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് എന്താ നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മൂവ്മെന്റം തരുന്നു എന്നുള്ളത് അറിയാനുള്ള ഒരു ഇത് നമുക്ക് പലപ്പോഴും കിട്ടിയിട്ട് മാത്രമേ ഇപ്പോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്താന്ന് വെച്ചാല് നമുക്ക് ഒരു എൻട്രി എടുത്തതിന് ശേഷം നമ്മുടെ ഇമോഷൻസ് പല രീതിയിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. പ്രോഫിറ്റിലേക്ക് പോകുമ്പോഴും ലോസിലേക്ക് പോകുമ്പോഴേക്കും. പിന്നെ ഒരു ബിഗിനർ ട്രേഡർ എന്നുള്ള രീതിയിൽ അത് കൂടുതലായിട്ട് നമുക്ക് തന്നെ സ്റ്റഡി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴും എല്ലാ കാരണങ്ങൾ കൊണ്ടും. അപ്പൊ എനിക്ക് എൻട്രി എടുത്തതിന് ശേഷം ലോസിലേക്ക് പോയാലും ഇപ്പൊ പ്രോഫിറ്റിലേക്ക് നമ്മുടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ ക്യാപിറ്റലിന്റെ ഒരു 10%, നമ്മൾ അതായത് യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ 10%ത്തിന്റെ അടുത്ത് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ആദ്യത്തെ ട്രേഡിന്റെ ഒരു ഹാഫ് ലോസ് കവർ ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ഒന്നല്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻഡ് എടുത്തിട്ട് ഇപ്പൊ ഏകദേശം 12:04 അപ്പോൾ കുറച്ച് സമയമായി നമ്മൾ നോക്കിയിരിക്കുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ ഏരിയയിലേക്ക് നല്ലൊരു മൂവ് തന്നിരുന്നു. നമ്മുടെ ഓവറോൾ ഫസ്റ്റ് ട്രേഡിന്റെ നമ്മൾ ഒരു 3200 സ്റ്റോപ്പ് ലോസ് വെച്ചതെല്ലാം കവർ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്തില്ല, കാരണം നമ്മുടെ ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു ഡൗട്ട് വീണ്ടും ലോസിലേക്ക് വന്നപ്പോൾ നമ്മൾ എൻഡ് എടുത്തതിന് ശേഷം ഏകദേശം 3 തവണ ഒരേ ഏരിയയിൽ ഏകദേശം 62 എന്നുള്ള പ്രൈസ് റേഞ്ചിൽ, അതേപോലെ തന്നെ നമ്മുടെ റെസിസ്റ്റൻസ് സ്പോട്ട് ചാർട്ടിൽ റെസിസ്റ്റൻസും പ്രീമിയത്തിന്റെ ചാർട്ടിൽ ഏകദേശം 62 64 എന്നുള്ള റേഞ്ചിൽ തട്ടിയിട്ട് താഴേക്ക് ഉണ്ട്. അപ്പോൾ ഇപ്പതേ കോസ്റ്റ് എന്നുള്ള രീതിയിൽ എത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫോള് നമ്മൾ അപ് സൈഡിലേക്ക് 2-3 വട്ടം മൂവ് തന്നപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോപ്പ് ലോസിന് എടുത്തിട്ട് വീണ്ടും നല്ലപോലെ കുറച്ചു. ഏകദേശം 2-3 പോയിന്റ്സിന്റെ അടുത്ത് മാത്രമാക്കി സ്റ്റോപ്പ് ലോസ്. അപ്പൊ അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ മാക്സിമം നമുക്ക് ലോസ് വന്നാൽ അടക്കം ഒരു 1K അടുത്ത് മാത്രമേ ലോസ് വരുള്ളൂ, കാരണം നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അധികം എടുത്ത കാരണം. പക്ഷെ ഇപ്പോഴത്തെ കാൻഡിൽസ് കണ്ടിട്ട് താഴേക്കുള്ള ഒരു തന്നെയാണ്. നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ റെസിസ്റ്റൻസ് ആക്കി എടുത്തിട്ട് താഴെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാണ്ട്, അപ്പൊ അതൊക്കെ ഫില്ല് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ തോന്നുന്നു. എന്തായാലും നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നില്ല, അത് നോക്കിയിട്ടിരിക്കാം. ഇല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഈ ട്രേഡോട് കൂടിയിട്ട് അവസാനിക്കുക. കാരണം നമ്മുടെ മാക്സിമം ലോസ് ഇന്ന് യൂസ് ചെയ്യേണ്ടത് കഴിഞ്ഞു, അതിക്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ കൂടുതൽ ഇന്ന് ലോസ് എടുത്തിട്ട് ഞാൻ അവസാന തവണത്തെ എക്സ്പയറി അന്ന് ഉണ്ടാക്കിയ ലോസിന്റെ അത്രയ്ക്കൊന്നും ഞാൻ എത്തിക്കില്ല. കാരണം ഞാൻ എൻ്റെ P&L സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ട്രേഡ് ചെയ്യാണ്ട് ഇരുന്ന് വെച്ചെങ്കിൽ എനിക്ക് കിട്ടിയിടുന്ന പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഇനി അതൊരു ചേഞ്ച് ആക്കിയിട്ട് നോക്കാന്നുള്ള രീതിയിൽ ഞാൻ പരമാവധി ലോസ് കുറച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശ്രമിക്കാന്നുള്ളൂ, അത് ആ ലൈവിൽ ഇരിക്കുമ്പോൾ എത്രത്തോളം അത് പോസിബിൾ ആവും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇനിയിപ്പോ ഇപ്പോഴും ചെറിയൊരു 3% ഒക്കെ നമ്മൾ യൂസ് ചെയ്ത ക്യാപിറ്റലിന്റെ കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്യണമെന്നില്ല, കാരണം ഞാൻ എക്സിറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ പ്ലാൻ അവിടെ വർക്ക് ആവാത്ത രീതിയിൽ നല്ല ഇമോഷൻ വരാറുണ്ട്. ഇപ്പൊ ലോസ് ആണെങ്കിൽ എനിക്കറിയാം ഇത്ര ലോസാ പോവുള്ളൂ. പിന്നെ സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ലോസ് വെച്ച കാരണം ഒരു ടെൻഷൻ ഇല്ല, കാരണം SL അടിച്ചാൽ നമുക്കറിയാം ഇത് എത്രത്തോളം പോകുന്നുള്ള രീതിയിൽ. ഇനി വലിയൊരു പ്രീമിയം സ്പൈക്ക് ഒക്കെ വന്നിട്ട് നല്ലൊരു മൂവ് താഴേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് എപ്പോഴും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. ലോസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രോഫിറ്റ് ചെറിയ പ്രോഫിറ്റിൽ ഉണ്ടായിരുന്ന ചെറിയ ലോസിലേക്ക് വന്നു ഓൾമോസ്റ്റ്. ഇങ്ങനത്തെ അവസരങ്ങളിൽ പരമാവധി ആദ്യത്തെ കുറെ നാളൊക്കെ നമുക്ക് SL അടിക്കുമ്പോഴേക്കും വലിയ വലിയ ഇമോഷൻസ് വരും. പിന്നീട് അതൊക്കെ നമുക്ക്
ഇല്ലാണ്ടാവും. നമ്മള് കൺട്രോൾ ആവും നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നോക്കുക പരമാവധി. ബിഗിനേഴ്സിനോടാണ് മെയിൻ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. പിന്നെ എനിക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് നല്ലൊരു എൻ്റെ ഒരു റിവേഴ്സൽ മെത്തേഡ് അനുസരിച്ചിട്ട് കണ്ടിന്യൂസ് ഫോൾ വരുന്ന ദിവസങ്ങളാണെങ്കിൽ എൻ്റെ എസ് എൽ ഒന്നോ രണ്ടോ മൂന്നോ നാല് വട്ടമൊക്കെ അടിക്കാറുണ്ട്. കാരണം ഞാൻ എല്ലാ സപ്പോർട്ടിൽ നിന്ന് ഞാൻ റിവേഴ്സൽ ക്യാൻഡിൽസ് വരുമ്പോൾ എൻട്രി എടുക്കും. പിന്നെ കുറച്ച് നേരം പ്രോഫിറ്റ് കാണിച്ചിട്ട് അത് വീണ്ടും 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 ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ എസ് എൽ അടിക്കും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസങ്ങളിലൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനത് സ്റ്റഡി പി എൻ എൽ നോക്കിയിട്ട് ഞാനൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്കത് കാണാൻ പറ്റിയത്. അപ്പൊ ഞാൻ അത് പരമാവധി അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ ലോസ് അടിക്കാച്ചെങ്കിൽ ഞാൻ അന്നൊക്കെ ഓവർ ട്രേഡ് ചെയ്തിരുന്നു. കാരണം 4 ട്രേഡൊക്കെ എസ് എൽ അടിക്കാന്ന് പറയുമ്പോൾ ഓവർ ട്രേഡ് തന്നെയാണ്, അറിഞ്ഞിട്ട് പോലും. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇന്നിപ്പോ മാക്സിമം 2 ട്രേഡിൽ നമ്മൾ എന്തായാലും സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ നിർത്തുന്നതായിരിക്കും. ഓൾമോസ്റ്റ് ലോസിലേക്കാണ്. ഇനി ഇവിടുന്ന് വന്നാലും കൂടിയിട്ട് നല്ലൊരു ഡി കെ വന്നിട്ട് എസ് എൽ അടിക്കാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ നമ്മുടെ ആ കൂടി 3 പോയിന്റ്സ് മാത്രം എസ് എൽ ഉള്ളൂ. അപ്പൊ അതും കൂടി നോക്കണം. നമ്മുടെ എസ് എൽ വലിയൊരു ക്യാൻഡിൽ വന്നിട്ട് എസ് എൽ ഹിറ്റ് ആയിട്ട് കേട്ടാ. ഇതാണ് എസ് എല്ലിന്റെ പവർ. ഇട്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു ലോസ് വന്നിരുന്നു.